കെ ശേഖർ സാറിനെ പറ്റി ചേച്ചി പറഞ്ഞു, അണ്ണാച്ചി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞാൻ കേട്ടിട്ടുള്ളത് കണ്ടമാനം പേർക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പേർക്ക് ഇത്രയും വർക്ക് ചെയ്തിട്ടും ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു വീടും കുറച്ച് കീബോർഡുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. പക്ഷേ ലോകത്ത് ഒരച്ഛനും കിട്ടാത്ത ഒരു സമ്പാദ്യമാണ് അദ്ദേഹത്തിനുള്ളത്, AR റഹ്മാൻ. അതിൽ കൂടുതൽ എന്ത് സമ്പാദ്യമാണ് വേണ്ടേ? അദ്ദേഹത്തിൻ്റെ എനിക്ക് കണ്ടമാന പാട്ടിപ്പോൾ അണ്ണാച്ചി പാടിയതും ചേച്ചി പാടിയതൊക്കെ, ആ പാട്ടുകളൊക്കെ കേൾക്കാത്ത ആളുകളില്ല. അപ്പോൾ എനിക്കും അദ്ദേഹത്തിൻ്റെ അമൃതകുംഭങ്ങൾ എന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ജാനകി അമ്മ പാടിയത്. അമൃതകുംഭങ്ങൾ കൈകളിലേന്തി ആഷാഢമേഘം മാനത്തു വന്നു. അതിഥിയാമവളെ അരുണമേഘങ്ങൾ ആപാദചൂടം നോക്കി നിന്നു. ആപാദചൂടം നോക്കി നിന്നു. നല്ല ആത്മാക്കൾ കുറേ നാൾ ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ലെന്ന് പറയും. അതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ ആയിരിക്കണം ശേഖർ സാറൊക്കെ പെട്ടെന്ന് പോയത്. കാര്യം വളരെ കഴിക്കാണ്ട് തൻ്റെ ശരീരം പോലും നോക്കാണ്ട് മ്യൂസിക്കിന് വേണ്ടി നടന്നൊരു മനുഷ്യനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡിയോയിൽ നിന്ന് അങ്ങോട്ട്, ആ സ്റ്റുഡിയോയിൽ നിന്ന് അങ്ങോട്ട് വീട് പോലും, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, മക്കൾ എത്ര ഉണ്ടെന്ന് പോലും സാറിന് നോക്കാനൊക്കാത്ത ഒരു അവസരം, അത്ര ബിസിയായിട്ട് നടന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ചെന്നൈയിൽ ഫസ്റ്റ് പോകുന്ന സമയത്ത് ഇതേ എം ജി അണ്ണാച്ചി പറഞ്ഞ പോലെ ജോണിയേട്ടനും ഒരു അസാധ്യ പ്ലെയറാണ്. ഒരു എന്താ പറയണ്ടേ, ഒരു ഇടിവെട്ട് ഗിറ്റാറിസ്റ്റാണ് ജോണിയേട്ടൻ. അപ്പോൾ ജോണിയേട്ടനും ദിലീപ് എന്നായിരുന്നു റഹ്മാൻ്റെ ആദ്യത്തെ പേര്. അപ്പം റഹ്മാൻ, എനിക്കത് പെട്ടെന്ന് വരുന്നില്ല. റഹ്മാനും അദ്ദേഹവും ശിവമണി ഡ്രംസ്, ഇങ്ങനെ ഇവർക്ക് ഒരു 5 പേർക്ക് ചേർന്നൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ദിലീപ് കീബോർഡ് വായിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് IIT കാണുന്നത്. അപ്പം ഒരു കൊച്ചു പയ്യൻ. അപ്പം ഞങ്ങളൊക്കെ ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ അസാധ്യമായിട്ട് പ്ലേ ചെയ്യുന്നു. വളരെ സമാധാനമായിട്ടുള്ള ഒരു എനിക്ക് വളരെ ഇഷ്ടമായി കണ്ടപ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ കാണുന്നത് ശ്യാംസാൻ്റെ റെക്കോർഡിങ്ങിനും. അപ്പോൾ അന്നത്തെ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിക്കുന്നത് കീബോർഡ് പ്ലെയറായിരുന്നു റഹ്മാൻ. ആ സമയത്ത് അസാധ്യ പ്ലേയിങ്, ഉഗ്രം പ്രോഗ്രാമറാണ്, ഇടിവെട്ട് പ്രോഗ്രാമിംഗ് ആണ്. അത് അക്കാലത്തെ ഓരോന്ന് പുതിയ പരീക്ഷണങ്ങൾ, സാമ്പിളറൊക്കെ ആദ്യം കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു റഹ്മാനാണെന്ന്. ഓരോ റെക്കോർഡിങ്ങിനും. അപ്പം ഞങ്ങളിങ്ങനെ കാണും. ഞാൻ സുജിത്തായിരുന്നു, റഹ്മാൻ ദിലീപായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് റഹ്മാൻ ഈ ഒരു ലെവലിൽ എത്തുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ ഒരു ഫൈൻ മോർണിംഗ് ആണ് ഇങ്ങനെ റോജ എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഉഗ്ര സംഭവം. അതായിരുന്നു എന്താ പറയണ്ടേ, ഒരു തുടക്കം. ഇങ്ങനെ ഞാൻ പറയുന്നത്, ഇപ്പം ഹൈലി ടാലൻ്റ് ഉള്ളവർക്ക് ജസ്റ്റ് ഒരു സ്റ്റാർട്ട് കിട്ടിയാൽ മതി. അതിനാണ് ലേറ്റ് ആവുന്നത്. ആ വിളക്കൊന്ന് കത്തിക്കാൻ ഒരാൾ, അത്രേ ഉള്ളൂ. അത് മണിരത്നം സാറിനെ കിട്ടി കറക്റ്റായിട്ട്. ഒരു ഉഗ്രം പടം, കുറേ ഉഗ്രം പാട്ടുകൾ. പിന്നെ അവിടെ തൊട്ട് റഹ്മാൻ ഇങ്ങനെ അങ്ങ് പോവല്ലേ. ഇനി എനിക്ക് റഹ്മാനോട് ചോദിക്കാനുള്ളത്, ഇനി എന്ത് നേടും? ഓസ്കാർ കിട്ടി, ഇതിന് മേളിലൊരു അവാർഡില്ല കിട്ടാൻ. അപ്പോൾ എന്താ പറയുക, ജനങ്ങളുടെ മനസ്സുകളിലൊരു ദൃഢപ്രതിഷ്ഠ നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം, അവാർഡ്. അത് റഹ്മാൻ ഓൾറെഡി നേടിക്കഴിഞ്ഞു. എല്ലാം ലോകമെമ്പാടും നമ്മുടെ ഇന്ത്യയുടെ ഒരു അഭിമാനമായിട്ട് വളർന്നിരിക്കുന്ന റഹ്മാന്, ഇല്ലെങ്കിൽ ഞാൻ അറിയുന്ന ദിലീപിന് എൻ്റെ സ്നേഹത്തിൻ്റെ 1000 പൂച്ചെണ്ടുകൾ. അപ്പോൾ എനിക്ക് റഹ്മാൻ ചെയ്ത എന്ന് പറഞ്ഞാൽ ഇഷ്ടമെന്നല്ല, ആദ്യം കേട്ട് ഞെട്ടിപ്പോയ പാട്ടെന്ന് പറഞ്ഞാൽ ചിന്ന ചിന്ന ആസയാണ്. അപ്പം അത് റഹ്മാന് വേണ്ടി ഞാൻ പാടാം. சின்ன சின்ன ஆசை, சிறகடிக்க ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை. சின்ன சின்ன ஆசை, சிறகடிக்க ஆசை,
முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவை தொட்டு முத்தமிட ஆசை என்ன இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்க ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவை தொட்டு முத்தமிட ஆசை என்ன இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்க ஆசை முத்து முத்து ஆசை முடிந்து வைத்த ആസை. ഇതൊരുകൂടി ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4-ലെ ഈ മൂന്നാമത്തെ സ്റ്റേജ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഉണ്ടാക്കാനുണ്ട്. ഈ 40 പേരിൽ നിന്നും ആരൊക്കെ നമ്മളുടെ 4th സ്റ്റേജിൽ എത്തണം ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നമ്മുടെ ജഡ്ജസ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗൈഡൻസിനായി മാർക്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. സോ പ്ലീസ് 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 ശുദ്ധ സംഗീതത്തിന് വോട്ട് ചെയ്യുക. ഏറ്റവും നല്ല ഗായകർക്ക് തന്നെ SMS അയക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ഇത്തിരി ഫേവറിറ്റിസം ഒക്കെ കാണിച്ചോളൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകരെയും സപ്പോർട്ട് ചെയ്തോളൂ. SMS അയക്കേണ്ട ഫോമാറ്റ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ISS സ്പേസ് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിന്റെ പേര്. അത് മറക്കാതെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. ഇന്ന് വെള്ളിയാഴ്ചയാണ്, തിങ്കളാഴ്ച നമ്മളുടെ എലിമിനേഷനാണ്. 40 മത്സരാർത്ഥികളിൽ നിന്നും പ്രേക്ഷകർ തെരഞ്ഞെടുത്ത് 4ാം ഘട്ടത്തിലേക്ക് ആരെല്ലാം. ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 3rd സ്റ്റേജ് എലിമിനേഷൻ റൗണ്ട്. നാളെ ഞങ്ങൾ എലിമിനേഷൻ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ SMS ഞങ്ങളുടെ കയ്യിലെത്തിയിരിക്കണം. പ്ലീസ് മേക്ക് ഷുവർ. എന്തായാലും താങ്ക് യു ഫോർ ബീങ് വിത്ത് us ഇൻ ദ 3rd സ്റ്റേജ് ഓഫ് ദ ഷോ. മറക്കാതെ എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി ഓൺ യുവർ ഫേവറേറ്റ് മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ഓൺലി ഓൺ ഏഷ്യാനെറ്റ്. ദാറ്റ് ഈസ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4. ചൊവ്വാഴ്ച മുതൽ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4-ന്റെ 4ാം ഘട്ടം ആരംഭിക്കുന്നു. അംഗം കൂടുതൽ മുറുകുന്ന ഈ സംഗീത മാമ്പാങ്കത്തിന്റെ പിന്നണി വിശേഷങ്ങളുമായി ഒരു പ്രത്യേക പരിപാടി ഞായറാഴ്ച വൈകുന്നേരം 6:30. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4-ന്റെ ചിത്രീകരണം കാണാൻ പ്രേക്ഷകർക്ക് അവസരം. ഷൂട്ടിംഗ് സ്ഥലം വട്ടിയൂർക്കാവ് ലക്ഷ്മി തിയേറ്റർ. ഷൂട്ടിംഗ് തീയതി ഓഗസ്റ്റ് 8 ശനിയാഴ്ച മുതൽ ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച വരെ. സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. താല്പര്യമുള്ളവർ 0471-329-3355 എന്ന നമ്പറിൽ വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. കോസ്റ്റ്യൂം കർട്ടസി രഞ്ജിനി MG ശ്രീകുമാർ